glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Without further introduction, shall we all turn to the book of Ruth, chapter 2. അതെ, നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തിരിയാം. Let's look at chapter 2. രണ്ടാം അധ്യായം. Yeah. So at this point, the narrator introduces the character named Boaz. അതെ, ഇവിടെയാണ് ലേഖകൻ ബോവസിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. Now, the text says that he was a relative of Elimelech. അതെ, ഇവിടെ നമുക്ക് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ ബോവസ് എലിമെലേക്കിന്റെ ഒരു ചാർച്ചക്കാരനായിരുന്നു എന്നുള്ളത്. And he was a worthy man. അതെ, വളരെ യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. Boaz is introduced so that we can understand the perfection of God's plan. അതെ, ഈ ബോവസ് എന്നുള്ള ഈ കഥാപാത്രത്തെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പദ്ധതി അല്ലെങ്കിൽ ആ പ്ലാൻ എന്താണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. And this plan is to bring these widows under the care of Boaz, the kinsman redeemer. അതെ, ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് വിധവയായിരിക്കുന്ന ഈ സ്ത്രീകളെ ദൈവം തന്റെ കാര്യപരിപാടിയുടെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ബോവസിന്റെ കീഴിൽ കൊണ്ടുവരുന്ന കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. We already saw Ruth making a commitment to be with Oprah. അതെ, നമുക്ക് അറിയാം രൂത്ത് മുന്നമേ ഒപ്രയോട് തന്റെ അമ്മായിയമ്മയോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഒരു പ്രതിജ്ഞ എടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And now she seeks to honor that commitment by providing food to Naomi. അതെ, she took a commitment to be with Naomi, not with Oprah. Okay. Sorry. So she took a commitment to provide food for Naomi. അതെ, ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ രൂത്ത് തന്റെ അമ്മായിയമ്മയായിരിക്കുന്ന നവോമിക്ക് ഒരു ഭക്ഷണം ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു ചുമതലയിൽ താൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. To do that, she depends and looks for grace that someone would show to her. അതെ, അതിനായി തന്റെ മേൽ ആർക്കെങ്കിലും കൃപ തോന്നുമാറാകണം എന്നുള്ള രീതിയിൽ താൻ ആയിരിക്കുന്നു എന്ന് കാണുന്നു. And that's what we read in verse 2. അതെ, രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. And Naomi grants her permission to go. അതെ, പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. And we see that in verse 3, God brings Ruth into the field of Boaz. അതെ, നമുക്ക് മൂന്നാം വാക്യത്തിൽ അവിടെ രൂത്തിനെ ബോവസിന്റെ വയലിലേക്ക് ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And this is God's plan to bring the king for this kingless nation. അതെ, ഇതാണ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ കാര്യപരിപാടി പ്രകാരം ഒരു രാജാവില്ലാതിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ മേൽ രാജാവിനെ കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി. Now let's see what she is asking here. She is wanting the leftovers of the grain. അതെ, അവിടെ എന്താണ് രൂത്ത് ആഗ്രഹിക്കുന്നത്? അവിടെ താഴെ വീഴുന്ന ധാന്യങ്ങൾ കാലാപെറുക്കുക എന്നുള്ള ആ ഒരു കാര്യമാണല്ലോ അവിടെ രൂത്ത് ആഗ്രഹിക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നു. So why does she desire that? എന്തുകൊണ്ടാണ് താൻ അതിനു വേണ്ടി കാംക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? Can somebody read Leviticus 19 verse 9 and 10 for us? അത് ലേവ്യ പുസ്തകം 19ന്റെ 9-10 വാക്യങ്ങൾ ഒന്ന് വായിക്കുമോ? നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികെ തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാലാപെറുക്കിയും വരുക. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലപെറുക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീട് കിടക്കുന്ന പഴം പെറുക്കിയും വരുക. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. Okay. Now these are commands given to the owners of vineyards and the owners of the fields. ഇത് ദൈവം തോട്ട ഉടമകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Instructing them to be benevolent to widows and the poor sections of the society. അതെ, ആ തോട്ട ഉടമകൾ ഏത് രീതിയിൽ അപരകളായിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം എന്നുള്ളതാണ് ദൈവം അവരോട് കൽപ്പിച്ചിരിക്കുന്നത്. For any Israelite who was rich, this was their duty.
അതെ, ഒരു പണക്കാരനായിരിക്കുന്ന സമ്പാദ്യമുള്ള ഒരു ഇസ്രായേലിന്റെ ചുമതലയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. As a widow, this is Ruth's desire to see the goodness of the society towards her. അതെ, ഒരു വിധവ എന്നുള്ള നിലയ്ക്ക് രൂത്തിന് സമൂഹത്തിന് തന്റെ മേലുള്ള കരുണ ലഭിക്കുവാൻ താൻ കാംക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് കാണുന്നു. Why does Ruth express a concern over finding grace? അതെ, എന്താണ് രൂത്ത് അവിടെ തന്റെ മേൽ ആർക്കെങ്കിലും കരുണ തോന്നണമേ എന്ന് താൻ ആഗ്രഹിക്കുന്നത്? Why is that happening? എന്തുകൊണ്ടാണ് അത് അവിടെ പ്രാവർത്തികമാകുന്നത്? One, being a Moabite might be a reason for that. ഒന്ന്, താനൊരു മോവാബിയ ആയിരിക്കുന്നു എന്നുള്ള കാരണമായിരിക്കാം. Because Israelites need to be extra benevolent to show this to a Moabite woman. അതെ, എന്തെന്നാൽ ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് അന്യജാതിക്കാരായിരിക്കുന്ന മോവാബ്യരോട് എന്തെങ്കിലും കരുണ കാണിക്കുക എന്നുള്ളത് അത് വഴിവിട്ട ഒരു കാര്യമാണ്. Also, at the time that this happens, there are very few people living according to the commandments written in the scriptures. അതെ, മറ്റൊരു കാര്യം, ഈ സംഭവങ്ങൾ നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഇത് പ്രാവർത്തികമായിരുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ അത് ചെയ്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. This was an era where people did what was right according to their own eyes. അതെ, താങ്കൾക്ക് ബോധിച്ച പോലെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിന്റെ കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. And in such a time, anyone who would do God's commands is because they are under the grace of God. ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രവണതയുള്ള നേരത്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് തന്നെ ഒരു ഭാരമായി, അല്ലെങ്കിൽ അത് ദൈവ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു കാര്യം അവർക്ക് ചെയ്യുവാൻ കഴിയുക. Ruth wants to be shown grace by someone who experiences God's grace. അതെ, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ഒരുവന് മാത്രമേ രൂത്തിനോട് കൃപ തോന്നുവാൻ കഴിയുകയുള്ളൂ. Now Ruth was in Boaz's field from morning till the time Boaz arrived. അതെ, ഈ രൂത്ത് രാവിലെ ഈ ബോവസിന്റെ വയലിലേക്ക് കടന്നു വന്നപ്പോൾ മുതൽ she's there till Boaz came back. ബോവസ് ആ വയലിലേക്ക് കടന്നു വരുന്നവരെയും അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Now Boaz gets to know what Ruth requested. അതെ, ബോവസ് രൂത്ത് എന്താണ് അഭ്യർത്ഥിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതെന്ന് അറിയുവാനിടയായി. Let's read verse 5 to 7. അതെ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ്യ ദേശത്ത് നിന്ന് നഗോമിയോടുകൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. Okay, so Boaz came and he greets the workers and the workers greet him back. അവിടെ ബോവസ് വയലിലേക്ക് വരുന്നു. താന് അവിടെയുള്ള തന്റെ വേലക്കാർക്ക് വന്ദനം ചൊല്ലുന്നു. അവര് തിരിച്ച് ബോവസിന് വന്ദനം ചൊല്ലുന്നു. The workers had given permission to Ruth to glean the grain. അതെ, അവിടെ ആ ബാലിക അല്ലെങ്കിൽ ബോവസിന്റെ വേലക്കാർ റൂത്തിന് അവരുടെ പിന്നാലെ കറ്റയുടെ പുറകെ കാല പിറക്കുവാൻ അവളെ അനുവദിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Along with the workers, Boaz also extends a helping hand and permits Ruth to stay with the women. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വേലക്കാര് ചെയ്ത പ്രവൃത്തിയോട് അനുബന്ധമായി ബോവസും ഈ രൂത്തിനെ സഹായിക്കുവാൻ തക്കവണ്ണം സന്നദ്ധ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. That's in verse 8. അതെ, 8-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നു. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാര്യത്തോടുകൂടെ ചേർന്നു കൊള്ളുക. So Boaz offers her water to drink also in verse 9. അതെ, 9-ാം വാക്യത്തിൽ അവൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ബോവസ് ദാഹിക്കുന്നുവെങ്കിൽ പാത്രത്തിൽ നിന്ന് പങ്കുകൊള്ളുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. Ruth looked for a person who practiced scriptures. അതെ, രൂത്ത് അവിടെ ദൈവവചനം അനുസരിക്കുന്ന അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിരുന്നു. And she now finds someone like that. അതെ, ഇപ്പോൾ അവള് അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നു. She looked for a person who shows grace. താന് തന്നോട് ദയ കാണിക്കുന്നവനെ ഒരുവനെ നോക്കിയിരുന്നു. She finds Boaz. അതെ, താന് രൂത്ത് ബോവസിനെ കണ്ടുമുട്ടുന്നു. Now the next question is, why would Boaz show grace to Ruth?
അതെ, അടുത്തതായിരിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ബോവസ് രൂത്തിനോട് കരുണ കാണിക്കണം അല്ലെങ്കിൽ കൃപ കാണിക്കണം എന്നുള്ളത്. That's in verse 10 and 11. അതെ, അത് 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തി യഹോവ പ്രകാരം നൽകട്ടെ. Okay. Now, what Boaz has heard about her loyalty and commitment to Naomi and to Yahweh. അതെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബോവസ് രൂത്ത് നവോമിയോട് പറ്റി നിൽക്കുന്നതും യഹോവയോട് പറ്റി നിൽക്കുന്ന കാര്യം ബോവസ് അറിയുവാനും മനസ്സിലാക്കുവാനും ഇടയായി. Boaz has heard how Ruth was willing to abandon everything in Moab and come out from there. അതെ, ബോവസ് ഏത് രീതിയിൽ രൂത്ത് തന്റെ സ്വദേശമായിരിക്കുന്ന മോവാബ്യ ദേശം വിട്ട് ഈ നവോമിയെ അനുഗമിച്ച് വരുവാൻ ഇടയായ കാര്യമൊക്കെ ബോവസ് അറിഞ്ഞിരിക്കുന്നു. Okay, and let's read verse 12 now. ഇപ്പൊ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം പെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. Why does Boaz show compassion and concern for this woman? എന്തുകൊണ്ട് ബോവസ് ഈ സ്ത്രീയോട് കരുണയും കൃപയും കാണിക്കുന്നു? We see the answer to that in Matthew 1. അതെ, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ ഉത്തരം നമുക്ക് കാണുവാൻ കഴിയുന്നു. Let's turn to Matthew's Gospel chapter 1. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം verse 5. 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. The first line. ശൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. Yes, that's enough. So who is Boaz's mother? ആരാണ് ബോവസിന്റെ അമ്മ? Rahab. Rahab is Boaz's mother. അതെ, രാഹാബാണ് ബോവസിന്റെ അമ്മ. Rahab was the woman who hid the spies as the evidence of her true faith that she had with God. അതെ, രാഹാബാണ് ആ ഒറ്റുനോക്കുവാൻ വന്ന ഇസ്രയേലിലെ രഹസ്യമായി പാർപ്പിച്ച് തൻ്റെ സത്യദൈവത്തോടുള്ള തൻ്റെ സ്നേഹം അല്ലെങ്കിൽ തൻ്റെ ആ പ്രതിജ്ഞ കാണിച്ച വ്യക്തി. By giving refuge to the spies, she disconnected herself with the Jericho people and the culture. അവിടെ ആ ഒറ്റുനോക്കുവാൻ വന്ന ആ ഇസ്രയേലിയരോട് ചേർന്ന് താനായിരിക്കുന്ന ആ ജെറിക്കോ ദേശത്തിലെ ആൾക്കാരെ വിട്ട് അവരോട് ചേർന്ന് നിന്നു എന്ന് കാണുവാൻ കഴിയും. Rahab joined with Israelites. അതെ, ഈ രാഹാബ് ഇസ്രയേലോട് ചേർന്നു. Now Boaz, being her son, could relate so much with what Ruth did. അതെ, ബോവസിന് രൂത്ത് ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു കാര്യം ബോവസിന് ഇത് മൂലം കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. Boaz could understand the feelings of someone who abandoned their former faith and came to Israel. അതെ, ബോവസിന് മുന്നമേ ഉണ്ടായിരുന്ന ആ വിശ്വാസ കാര്യങ്ങളെ വിട്ട് അല്ലെങ്കിൽ പ്രവണതകളെ വിട്ട് തിരിഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം ബോവസിന് അറിയാവുന്നതുകൊണ്ട്. Okay, that's why he showed this concern. അതുകൊണ്ടാണ് ബോവസ് ഇങ്ങനെയൊരു സഹായഹസ്തം രൂത്തിനോട് നീട്ടുവാനിടയാകുന്നത്. For Boaz, covenant faith relationship to God was a reality. ബോവസിനെ സംബന്ധിച്ച് തൻ്റെ ദൈവത്തോടുള്ള സ്നേഹവും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയും ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. That reality is in Ruth. ആ സത്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം രൂത്തിൽ നമ്മൾ കാണുന്നു. Boaz recognizes that. അതെ, ബോവസ് അത് തിരിച്ചറിയുന്നു. And Boaz wishes that God may help her and reward her richly. അതെ, ബോവസ് നീതിമാനായിരിക്കുന്ന ദൈവം ഈ രൂത്തിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. Now, in the subsequent verses, what do we see Boaz doing? തുടർന്നുള്ള വാക്യങ്ങളിൽ ബോവസ് എന്ത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Let's read verse 13
14, 15 and 16. അതെ, നമുക്ക് 13, 14, 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനവൾ യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്നും വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. Whatever Boaz desired that God will do, Boaz himself does here. അതെ, ബോവസ് തന്റെ ദൈവം എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ ബോവസ് ഇവിടെ താൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. She had so much to eat and had some left over. അതെ, രൂത്തിന് സമൃദ്ധിയായി ഭക്ഷിക്കുവാനും ശേഷിപ്പിക്കുവാനും തക്കവണ്ണം ഇടയാക്കിയിരിക്കുന്നു. He offers a meal with him. അതെ, തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ താൻ രൂത്തിനെ ക്ഷണിക്കുന്നു. We also see Boaz's concern for his employees and a widow. അതെ, അവിടെ ബോവസിന് തന്റെ വേലക്കാരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഈ രൂത്തിനോടുള്ള ആ സ്നേഹവും കാണുന്നു. He even instructs his employees to pull out from the bundles and tells her not to scold her. Tells him not to scold her. അതെ, ബോവസ് അവരോട് അവർ തന്റെ വേലക്കാരോട് കറ്റകളിൽ നിന്നും ചിലത് ഇട്ടേക്കണം അവൾക്ക് കാലാപറക്കുവാനായിട്ട് എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. See, he is showing this compassion with a willing mind. അതെ, ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അനുകമ്പ ബോവസ് തന്റെ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. He was not complaining over this. അതെ, താൻ ഇവിടെ പുറകുറുക്കുന്നതായിട്ട് അതിനെക്കുറിച്ച് പുറകുറുക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയായിട്ടൊന്നും പറയുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. He also makes sure that those who work with him share that same willingness in serving Ruth. മാത്രമല്ല, അവളോടൊപ്പം ആയിരിക്കുന്ന ആ വേലക്കാരും ആ രീതിയിൽ പ്രതികരിക്കുവാൻ തക്കവണ്ണം ബോവസ് അവരോട് കൽപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. In fact, even before Boaz came, the workers allowed her to glean it. അതെ, അവിടെ വേലക്കാർ വരുന്നതിന് മുമ്പേ തന്നെ ബോവസ് വരുന്നതിന് മുമ്പ് തന്നെ വേലക്കാർ അവളെ കാലാപറക്കുവാൻ സമ്മതിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുമല്ലോ. And so what happens? എന്ത് നടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. Verse 17 and 18. 17 18 വാക്യങ്ങൾ. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. That unit is around 13 kg worth food. അതെ, ഒരു പറ യവം എന്നുള്ളത് ഏതാണ്ട് 13 കിലോ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. This is Boaz's generosity to a woman or to a set of women. അതാണ് ബോവസിന് ഒരു അനാഥയായ ഒരു സ്ത്രീയോടുള്ള ആ അനുകമ്പ അല്ലെങ്കിൽ ആ കൃപ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. And then from verse 19 on, we see that Naomi gets to know that Boaz took notice of Ruth. അതെ, ഇവിടെ 19 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന റൂത്തിന്റെ അമ്മായിയമ്മയായിരിക്കുന്ന നവോമി ബോവസ് തന്റെ മരുമകൾക്ക് ചെയ്ത ആ കാര്യം അവിടെ അറിയുന്നു. And now you see verse 20. Let's read verse 20. നമുക്ക് 20 വാക്യം ഒന്ന് വായിക്കാം. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്നും നവോമി അവളോട് പറഞ്ഞു. In verse 20 we see a different opinion that Naomi has on how God treated her. അതെ, അവിടെ നമുക്ക് ഈ 20 വാക്യത്തിൽ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു അഭിപ്രായം നവോമിയിൽ നിന്നും അപ്പോൾ ബോവസിനെ കുറിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ കുറിച്ച് വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. Because in chapter 1 Naomi says, I was afflicted by God and I was brought empty by God. അതെ, അവിടെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ നവോമി ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നല്ലോ. Verse 20 20 വാക്യം and 21. 20 21 വായിച്ചോളട്ടെ. നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പിൻ,
സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ ഒരു നവോമി. But in the chapter 2, she sees the goodness of God towards the living and to the dead. എന്നാൽ ഈ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നന്മയെ കാണുവാൻ തക്കവണ്ണം നവോമി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. And now coming to verse 21 to 23, we see that Naomi is assuring Ruth that she will find safety with the workers of Boaz. അതെ, അവിടെ ഈ 20-21 വാക്യങ്ങളിൽ നവോമി റൂത്തിനോട് പറയുന്ന തനിക്ക് ബോവസിൽ കൂടെ രക്ഷ ഉണ്ടാകും എന്നുള്ളത് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And in Boaz's field she will be safe. അതെ, ബോവസിന്റെ വയലിൽ ഈ റൂത്ത് സുരക്ഷിതയായിരിക്കും എന്നുള്ളത് നവോമി പറയുന്നു. And in verse 22 she says to Ruth, don't go to some other person's field. അവിടെ 22-ാം വാക്യത്തിൽ നവോമി റൂത്തിനോട് നീ മറ്റൊരു വയലിലേക്ക് പോകണ്ട എന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. Why not? എന്തുകൊണ്ട്? Yeah, because this is the time of judges, right? ഇത് ന്യായാധിപന്മാരുടെ കാലമാണെന്ന് ഓർക്കണം. Everyone did what was right in their own eyes. അവർക്ക് തോന്നിച്ചതുപോലെ ബോധിച്ചതുപോലെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. Women are not safe according to Judges chapter 19 and 20. അതെ, ന്യായാധിപന്മാരുടെ പുസ്തകം 19-ഉം 20-ഉം അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ അന്ന് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. In India also that's the case. ഇന്ന് നമ്മുടെ ഭാരതത്തിലും ആ ഒരു അവസ്ഥയുമാണല്ലോ. Well, let's read verse 23 now. ഇപ്പോൾ നമുക്ക് 23-ാം വാക്യം വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തിരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യക്കാര്യത്തോടുകൂടെ ചേർന്നിരിക്കുകയും അമ്മാവി അമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു. Remember this, the barley harvest was from March to April and the wheat harvest was from April to May. അത് ഈ യവക്കൊയ്ത്ത് എന്നുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും മെയ് ജൂൺ കാലഘട്ടങ്ങളിൽ ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ ഗോതമ്പിന്റെ കൊയ്ത്തുമാണ് എന്ന് നമുക്കറിയാം. Which means this is 2 months of complete support for these two widows. അതെ, ഈ 2 മാസക്കാലം ഈ 2 വിധവകൾക്ക് പൂർണ്ണമായിരിക്കുന്ന സുഭിക്ഷമായിരിക്കുന്ന രീതിയിൽ ദൈവം ഒരുക്കിയ ഒരു കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. Boaz's generosity was not a one-day activity, it was a lifestyle. അതെ, ബോവസ് തൻ്റെ ആ കരുണയോടെ പ്രവർത്തിച്ച ഒരു കാര്യം ഒരിക്കൽ മാത്രമായിട്ട് ചെയ്ത ഒരു കാര്യമല്ല, മറിച്ച് അത് തൻ്റെ ജീവിതത്തിന്റെ ഒരു ശൈലിയായിരുന്നു, അല്ലെങ്കിൽ തുടർമാനമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Now from this let's look at a few lessons. ഇവിടെ നിന്നും ചില പാഠങ്ങൾ നമുക്ക് ഒന്ന് പഠിക്കാം. The first lesson is the purpose of our salvation is not to make us better individuals. അതെ, ആദ്യമായിട്ടുള്ള കാര്യം രക്ഷ എന്നുള്ളത് നമ്മളെ ഒരു മെച്ചപ്പെട്ട ഒരു വ്യക്തിയാക്കുവാനല്ല. It's rather to make us more and more like his son. അതെ, എന്നാൽ അത് കൂടുതലായി തന്റെ പുത്രന്റെ സദൃശ്യത്തോട് നമ്മളെ ഏകീകരിക്കുക എന്നുള്ള കാര്യമാണ്. The salvation is meant to make us more and more into image bearers of God. അതെ, ഈ രക്ഷ എന്നുള്ളത് കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മളെ സദൃശ്യരാക്കി തീർക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ്. The world has forsaken the kingship of God. അതെ, ലോകം കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തെ നിഷേധിച്ചിരിക്കുന്നു. But we are God's covenant people in that same world. എന്നാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ജനമായി ദൈവത്തിന്റെ വാഗ്ദത്ത ജനമായി തീർന്നിരിക്കുന്നു. In the midst of this crowd, ഇന്നുള്ള സാഹചര്യത്തിൽ, ഇന്നുള്ള സമൂഹ മധ്യത്തിൽ, now in the society that dishonors God, ഒരു ദൈവത്തെ പഴിക്കുന്ന, ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ our responsibility is to live out the scriptures. ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും, വിശ്വാസികളായിരിക്കും നമ്മുടെ ഓരോരുത്തരെയും ചുമതല ഈ തിരുവെഴുത്തുകളെ പാലിക്കുക അല്ലെങ്കിൽ നിവൃത്തീകരിക്കുക എന്നുള്ളതാണ്. We can't bargain that. അത് നമുക്ക് ഒരിക്കലും വിലപേശുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. The scriptures reveal the will of God.
അതെ, ദൈവത്തിന്റെ തിരുവെഴുത്ത് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി തരുന്നു. Now Romans 12:2 says, "Do not be conformed to the world." അതെ, റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, ഈ ലോകത്തിനോട് അനുരൂപമായി തീരരുത് എന്നാണ്. We ought to find our model in the obedience to the scriptures rather than patterning our lives to the sins of the world. അതെ, നമ്മുടെ ജീവിത മാതൃക ഈ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിലായിരിക്കണം, ലോകത്തിന്റെ മാർഗത്തിലായിരിക്കരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. Now, Boaz illustrates the point by obeying the law in a time when disobedience is the fashion. അതെ, അന്ന് ബോവസിന്റെ കാലഘട്ടത്തിൽ ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തെ ധിക്കരിക്കുക എന്നുള്ളത് ഒരു സ്റ്റൈലായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബോവസ് ദൈവത്തെ അനുസരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Now, in living according to the scriptures, we mirror our Redeemer, Jesus Christ. നമ്മൾ ഈ തിരുവെഴുത്തുകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. The second lesson. രണ്ടാമത്തെ പാഠം, one of the areas we can demonstrate our relationship with God is the care and concern that we give to the helpless people. അതെ, നമ്മുടെ ദൈവത്തിന്റെ ഒരു ഗുണലക്ഷണമായിട്ട് നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്, നമുക്ക് അനുകരിക്കുവാൻ കഴിയുന്നത് മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക എന്നുള്ളതാണ്. Our treatment of widows, fatherless and the helpless in the society is strong evidence of our faith. അതെ, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ സഭകളിലുള്ള വിധവമാരായിരിക്കുന്നവർ, അല്ലെങ്കിൽ അബലകളായിരിക്കുന്നവർ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് സഹായവസ്ത്രമായി തീരുന്നു എന്നുള്ളത് ആസ്പദമായിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം. Lesson number 3. മൂന്നാമത്തെ പാഠം, practice of pure religion is not a one-day occurrence or a seasonal occurrence. അതെ, യഥാർത്ഥ ഭക്തി എന്നുള്ളത് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് തുടർമാനമായി നമ്മുടെ ജീവിത ശൈലിയായി തീരേണ്ട കാര്യമാണ്. Good works are not an activity which when one done gives us a satisfaction and then we say it's enough. നല്ലത് ചെയ്ത് ഒരു പ്രാവശ്യം നല്ലത് ചെയ്ത് അതിൽ തൃപ്തി കണ്ടെത്തി അതിൽ പ്രശംസിച്ചിരിക്കുക എന്നുള്ളതല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. It's supposed to happen in an ongoing manner. അത് തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ശൈലിയാണ്. Okay, now the fourth lesson. നാലാമത്തെ പാഠം, only those who know the reality of conversion and forsaking the world can relate with those who have come to find refuge in Jesus. അതെ, തിരസ്കരിക്കപ്പെട്ട ഒരുവന് മാത്രമേ, അല്ലെങ്കിൽ നിരാശയിലായിരിക്കുന്ന ഒരുവന് മാത്രമേ ആ ദൈവം തനിക്ക് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സത്യത്തിലേക്ക് വന്നതിന്റെ മാധുര്യം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. As in, Boaz knows the reality of conversion and forsaking the world. അതെ, ബോവസിന് വീണ്ടും ജനനത്തിന്റെ ഒരു അനുഭവം, ലോകത്തെ ത്യജിക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ട്. His mother had it. അതെ, തന്റെ മാതാവിന് അത് ഉണ്ടായിരുന്നു. Okay, Boaz's father, we know that Boaz's father married Rahab, appreciating that conversion. അതെ, ബോവസിന്റെ അപ്പൻ റാഹാബിനെ വിവാഹം കഴിച്ചത് ആ രീതിയിൽ റാഹാബിനുണ്ടായിരുന്ന ആ മാറ്റം കൊണ്ടാണ്. And so Boaz's father's example is so fresh in Boaz's mind. അതെ, ബോവസിനെ സംബന്ധിച്ച് തന്റെ പിതാവിന്റെ ആ സ്വഭാവങ്ങൾ തന്റെ മനസ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. The way Boaz's father recognizes the genuine conversion of Rahab and marries her, that same thing is what Boaz expresses here. അവിടെ തന്റെ പിതാവ് തന്റെ മാതാവിൽ കണ്ട ആ ഒരു മനമാറ്റം അല്ലേ, and married her, മനമാറ്റം കണ്ട് തന്നെ വിവാഹം ചെയ്ത, and that example is what Boaz imitates in his life. ആ ഒരു ദൃഷ്ടാന്തമാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ ആണ് ബോവസ് തന്റെ ജീവിതത്തിലും നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. Okay, so that's what we need to understand here. നമ്മൾ ഇതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. Because for Boaz, faith is not a generational thing. അതെ, അവിടെ ബോവസിന് വിശ്വാസം എന്നുള്ളത് ഒരു പരമ്പരാഗതമായിരിക്കുന്ന ഒരു കാര്യമല്ല. He saw God's work in regenerating a sinner. അതെ, തനിക്ക് ദൈവം ഒരു പാപിയുടെ മനസ്സിലുണ്ടാക്കുന്ന വീണ്ടും ജനനത്തിന്റെ അനുഭവത്തെ കുറിച്ച് തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു.
Okay, and he relates to Ruth just as he relates it to Rahab, his mom. അതെ, താൻ ഏത് രീതിയിൽ ബോവസ് ഏത് രീതിയിൽ രാഹാബിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതേ ഒരു കാര്യം തന്നെ റൂത്തിനോട് താൻ കാണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. He values saving faith. അതെ, values saving faith. താന് ആ വിശ്വാസത്തിൽ കൂടിയുള്ള രക്ഷയുടെ കാര്യം വളരെ വിലപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. Now, fifth one. അഞ്ചാമത്തെ പാഠം, the faith that he expresses is not merely in words, it's an outward practice. അതെ, ബോവസ് അവിടെ വാക്കാൽ മാത്രമല്ല തന്റെ വിശ്വാസം പ്രകടമാക്കി തീർക്കുന്നത്, മറിച്ച് തന്റെ ജീവിത ശൈലിയിൽ കൂടെ അത് പ്രവർത്തിച്ച് തന്റെ പ്രവൃത്തിയാനുള്ള വിശ്വാസം താൻ കാണിക്കുന്നു. He said, may God richly reward you. അതെ, താൻ അവിടെ പറയുന്നല്ലോ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. And then he shows that by his actions. അതെ, അത് താൻ തന്റെ പ്രാവർത്തികമായി തന്റെ ജീവിതത്തിൽ കാണിക്കുന്നു നമുക്ക് കാണുവാൻ He കഴിയും. loves in word and in deed. അതെ, താൻ വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസം കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. There are some times where people are genuinely in need of money. അതെ, ചില സന്ദർഭങ്ങളിൽ ജനത്തിന് പണം ആവശ്യമാണ്. And then what do we say to them? നമ്മൾ എന്താണ് അവരോട് പറയുക? God will provide. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അല്ലെങ്കിൽ തരും എന്നുള്ളത്. Trust in him. ദൈവത്തിൽ ആശ്രയിക്കുക. Look at his face. ദൈവത്തിന്റെ മുഖം കാക്ഷിക്കുക. You know what are we saying actually? നമ്മൾ എന്താണ് പറയുന്നത്? I am not willing to give anything. ഞാൻ ഒന്നും തരുവാൻ എനിക്ക് മനസ്സില്ല. Look to somewhere else. വേറെ എവിടെയെങ്കിലും നോക്കിക്കൊള്ളാം. In such cases, I doubt if we are least concerned about that act of neglecting our responsibilities. അതെ, നമ്മുടേതായിരിക്കുന്ന ചുമതല നമ്മൾ നിർവഹിക്കാതെ പോകുന്നു എന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. When those who are in need only receive our words and no actions. അതെ, വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരുവന് നമ്മളിൽ നിന്നും വാക്കുകൾ മാത്രം ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടാകുമെങ്കിൽ we ought to doubt our faith. നമ്മുടെ വിശ്വാസം നമ്മൾ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. Can such faith save us? അങ്ങനെയുള്ള വിശ്വാസം നമ്മളെ രക്ഷിക്കുമോ? Okay, we also need to understand that God doesn't let down a rope or a thread with the providences attached to it. അതെ, ദൈവം ഒരിക്കലും നമുക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്നും നൂല് കെട്ടി ഇറക്കി തരത്തില്ല. God gives everything through men. അതെ, ദൈവം മനുഷ്യരിൽ കൂടിയാണ് അത് സാധ്യമാക്കി തീർക്കുന്നത്. Almost all of his actions towards us are through men. അതെ, നമ്മൾ ഓരോരുത്തർക്കും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിവർത്തിച്ചു തരുന്നത് മനുഷ്യരിൽ കൂടിയാണ്. God expects to, or God is going to provide to the needy. അതെ, ദൈവം തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്ക് സഹായമായി തീരും. He expects to do that through us. അതെ, താൻ നമ്മളിൽ കൂടിയാണ് അത് നിവർത്തിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. This is the way God works. ഇതുപോലെയാണ് ദൈവം പ്രവർത്തിക്കുക. We know that Ruth's hunger will not be satisfied by words. അതെ, നമുക്കറിയാം വാക്കുകൾ കൊണ്ട് മാത്രം രൂത്തിന്റെ വിശപ്പ് അടക്കുവാൻ സാധിക്കുകയില്ല. The sixth lesson. ആറാമത്തെ പാഠം, when we are beneficiaries of God's providence, നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതന്മാരായി തീരുമ്പോൾ it is our duty to help others who might be in the same need. അതെ, ആവശ്യമായിരിക്കുന്ന ഒരുവന് അത് കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. Boaz helped Ruth. ബോവസ് രൂത്തിനെ സഹായിച്ചു. Ruth shows help to Naomi. രൂത്ത് ആ സഹായം തന്റെ അമ്മാവിയായിരിക്കുന്ന നവോമിക്ക് കാണിച്ചു. Naomi is as helpless as Ruth is. അതെ, നവോമിയും രൂത്തും രണ്ടുപേരും വഴിയില്ലാത്തവരാണ്. We should not be selfish recipients of God's goodness. അതെ, നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ നന്മയെ നമുക്ക് മാത്രം കെട്ടിപ്പിടിച്ചു വെക്കേണ്ടവരല്ല. We ought to be a channel of God's goodness to others. അതെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നന്മ മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ ഒരു പാത്രമായി തീരണം. Now, lesson number 7. ഏഴാമത്തെ പാഠം, without seeing the bigger picture of our lives, we complain about the discipline God leads us through. അതെ, പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ശിക്ഷാ നടപടികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുന്നവരാണ്. ദൈവത്തിന്റെ വലിയ കാര്യപരിപാടിയെ കുറിച്ച് മനസ്സിലാക്കാതെ. But God enables us to see His goodness and care towards us.
എന്നാൽ ദൈവം തന്റെ വിശ്വസ്തയും നന്മയും നമ്മൾ അനുഭവിച്ചെടുക്കുവാൻ ഇടയാക്കുന്നു. Why is it? എന്തുകൊണ്ട്? If we have to follow him, നമ്മൾ ദൈവത്തെ അനുഗമിക്കണമെങ്കിൽ, if we have to adore him, ദൈവത്തെ നമ്മൾ ആരാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആദരിക്കണമെങ്കിൽ, we need to rightfully understand him and appreciate his patience towards us. അതെ, ദൈവത്തെ ആരെന്ന് മനസ്സിലാക്കി, ദൈവത്തെ ശരിയാവണ്ണം മനസ്സിലാക്കി തന്റെ നമ്മളോടുള്ള ദയയും കരുണയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Okay. Now the 8th lesson. എട്ടാമത്തെ പാഠം. Now what I'm going to say is an ideal situation that should be present, but it's not present everywhere. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എല്ലാം നന്നായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, എന്നാൽ അതുപോലെ അല്ലല്ലോ. We see people working under Boaz, allowing Ruth to glean for hours before Boaz even comes there. അവിടെ നമുക്ക് ബോവസ് വയലിലേക്ക് വരുന്നതിന് മുമ്പേ ബോവസിന്റെ വേലക്കാർ രൂത്തിനെ കാലാവളക്കുവാനായിട്ട് അനുവദിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. Now even if Boaz is not there, they were supposed to be generous. അവിടെ ബോവസ് വന്നില്ലെങ്കിൽ കൂടെ, അല്ലെങ്കിൽ ബോവസിന്റെ അസാന്നിധ്യത്തിലും അവര് വളരെ കൃപയുള്ളവരായി നമ്മൾ കാണുന്നു. Now let's see what we can learn from here. എന്താണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്? ഒന്നാമത്തേതായി, we can only be as good as those who are above us in leadership. അതെ, നമ്മളുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ പോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ക്രിയകൾ. Those who work under Boaz cannot show more compassion than Boaz. അതെ, ബോവസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ബോവസിനേക്കാൾ ദയ കാണിക്കുവാൻ കഴിയില്ല. Because Jesus said, right, a servant is not above his master. അതെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യജമാനൻ ഒരു ദാസൻ തന്നെ യജമാനേക്കാൾ, ദാസൻ യജമാനേക്കാൾ വലിയവനല്ലല്ലോ എന്നാണ്. See, if we want those who are under us to show godliness, നമുക്ക് കീഴുള്ളവർ ഭക്തി കാണിക്കണമെങ്കിൽ, remember that they cannot show more godliness than us. നമ്മളെക്കാൾ അധികമായ ഭക്തി അവർക്ക് കാണിക്കുവാൻ കഴിയില്ല. If people see the character of my family or those who work for me, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്റെ കുടുംബത്തെയോ എന്നെയോ നോക്കി കാണുമ്പോൾ, they can easily detect what testimony I have. ഞാൻ എന്ത് സാക്ഷ്യം പുലർത്തുന്നു എന്ന് അവർക്ക് ശരിയാവുന്ന മനസ്സിലാകും. If people watch the members of the church living their Christian life, they can easily understand how their leadership looks like. ഒരു സഭയിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് അവിടെ സഭാ അധ്യക്ഷന്മാരെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇടയാകുന്നു. So Ruth could experience the benevolence of Boaz even before Boaz came there. അതെ, റൂത്തിന് ബോവസ് വയലിലേക്ക് വരുന്നതിന് മുമ്പേ ബോവസിന്റെ കരുണ അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നു. But again, this is an ideal situation. അത് എല്ലാ രീതിയിലും നല്ലവണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. But there are instances where it will not be the case. അത് എന്നാൽ പല സന്ദർഭങ്ങളിലും അതായിരിക്കില്ല. In Samson's case, സാംസന്റെ കാര്യത്തിൽ Samson's parents gave so much of effort in bringing him in the direction of God. അതെ, ശിംശോന്റെ കാലഘട്ടത്തിൽ ശിംശോന്റെ മാതാപിതാക്കൾ അവനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വളരെ ശ്രമിച്ചു. But Samson makes many wrong decisions. എന്നാൽ അവൻ വളരെ തെറ്റായ തീരുമാനങ്ങൾ അവൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So we have good fathers having bad children and we have bad fathers having good children. That's there. അപ്പോൾ നല്ല പിതാക്കന്മാർക്ക് മോശമായിരിക്കുന്ന കുഞ്ഞുങ്ങളും മറിച്ചും നമുക്ക് കാണുവാൻ കഴിയും. But we must not forget that there is an ideal situation. നമ്മൾ നല്ല ആ കാര്യം ഒരിക്കലും നമ്മൾ മറക്കുവാൻ, നല്ല സാഹചര്യം നമ്മൾ മറക്കുവാൻ പാടുള്ളതല്ല. And we must try to achieve that by the help of God. അതെ, അത് ദൈവത്തിന്റെ കൃപയാൽ നമ്മളത് പ്രാവർത്തികമായി തീർക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. So may God help us to lead godly life so that whoever is entrusted to me, whether it's my family, my children or my church members, they may reflect the good relationship that I have with God. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം അല്ലെങ്കിൽ ചർച്ചക്കാര് അല്ലെങ്കിൽ ബന്ധുമിത്രാദികള് കൂട്ടുകാര് സഭാംഗങ്ങളൊക്കെ ദൈവം എനിക്ക് തന്ന നന്മയ്ക്കൊത്തവണ്ണം നമ്മൾക്ക് അവരോട് കാണിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാകണം. Now, in instructing the workers to care for Ruth, Boaz instills an attitude of showing compassion without frowning, without complaining.
അതെ, ബോവസ് തന്റെ വേലക്കാരോട് ഈ പറഞ്ഞ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ Okay, Boaz shows an attitude of not complaining while doing goodness. അതെ, താൻ നന്മ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പരിതപിക്കാതെ അല്ലെങ്കിൽ പിറുപിറുക്കാതെയാണ് താൻ അത് ചെയ്യുന്നത് നമുക്ക് അറിയാം ബോസ്. So let me just conclude by saying this. May God help us to practice our faith in the way He is pleased. അതെ, ഞാൻ ചുരുക്കി നിർത്തിക്കൊള്ളട്ടെ. ഇത് ദൈവം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസത്തെ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ വിശ്വാസത്തെ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കുമാറാകട്ടെ. Whatever we experience as goodness, it should be experienced by others as well. നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ മറ്റുള്ളവരും നമ്മളോടൊപ്പം ഉള്ളവരും അനുഭവിക്കുവാൻ ഇടയാകണം. We need to know that God is good. നമ്മൾ ദൈവം നല്ലവനെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. And with that, chapter 2 is complete. അതോടുകൂടി ഈ രണ്ടാം അധ്യായം അവസാനിക്കുകയാണ്. So next time when we meet, God willing, we will touch upon chapter 3. നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മൂന്നാം അധ്യായം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.